ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ശുനശേഫൻ എന്ന ഒരു ബാലനെ കുറിച്ചാണ്. നാട് വാഴുന്ന കാലത്ത് രാജാക്കന്മാർ അവരുടെ രാജ്യം സമ്പൽ സമർത്ഥമാക്കുന്നതിന് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യും. അതിലൊന്നാണ് യാഗം നടത്തുക. 1 വർഷം നീണ്ടു നിൽക്കുന്ന യാഗവും നടത്താറുണ്ട്. അങ്ങനെ യാഗം നടത്താൻ തീരുമാനിച്ച അംബരീഷൻ എന്ന മഹാരാജാവ് ആ രാജ്യത്തിൻ്റെ സമൃദ്ധിക്ക് വേണ്ടി 1 വർഷം നീണ്ടു നിന്ന് യാഗം നടത്താൻ തീരുമാനിച്ചു. ഈ യാഗം നടത്താൻ തീരുമാനിക്കുന്നത് എല്ലാ മഹർഷിമാരുടെയും എല്ലാവരുടെയും അനുവാദത്തോടുകൂടി, പുരോഹിതന്മാരുടെയും എല്ലാവരുടെ അനുവാദത്തോടു കൂടിയും സമയവും എല്ലാം നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. വശിഷ്ഠൻ എന്ന മഹർഷിയുടെ നിർദ്ദേശപ്രകാരമാണ് യാഗം തുടങ്ങിയത്. യാഗം തുടങ്ങുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് യാഗാശ്വം. യാഗം തുടങ്ങി, രാജ്യം പുരോഗമിക്കാൻ തുടങ്ങി, ഒരുപാട് ശ്രേഷ്ഠതകളൊക്കെ വന്നു. പല പല രാജ്യങ്ങളും ഇതിൻ്റെ കീർത്തി അറിയാൻ തുടങ്ങി. ഇത് വാനോളം ഉയരാനും തുടങ്ങി. വാനോളം ഉയരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നാരദ മുനിക്ക് ഒരു സംശയം. ഇതിന് ദോഷം സംഭവിച്ചില്ലെങ്കിൽ പലതും സംഭവിക്കും. ഇദ്ദേഹം വിഷ്ണു ഭക്തനാണ്. വിഷ്ണു ഒരുപാട് അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദേവലോകത്തിന് പോലും അതൊരു തടസ്സമായി വരും എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയ നാരദ മുനി ദേവാദിദേവനായ ഇന്ദ്രനോട് പറഞ്ഞ്, നിങ്ങളുടെ ദേവലോകത്ത് ഇതൊരു കളങ്കമായി മാറും, നിങ്ങളുടെ സ്ഥാനവും മാറും, അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ എന്ന് നാരദ മുനി ദേവാദിദേവനായ ഇന്ദ്രനോട് പറഞ്ഞു. ഇന്ദ്രൻ നേരെ മുനിശ്രേഷ്ഠന്മാരെ കണ്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴെല്ലാം ഇവർക്ക് ഈ മുനിമാർക്കെല്ലാം അംബരീഷ മഹാരാജാവിനോട് വളരെ താല്പര്യവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷമായത് ഇന്ദ്രൻ അറിഞ്ഞെടുത്ത് ഈ കാര്യം മഹർഷിമാരിൽ നിന്നും തനിക്ക് നേടാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ച ഇന്ദ്രൻ നേരെ യാഗശാലയിൽ വന്ന്, അംബരീഷൻ്റെ യാഗശാലയിൽ വന്ന് യാഗാശ്വത്തെ മാറ്റി. യാഗാശ്വത്തെ മാറ്റിയതോടുകൂടി അവിടെ പ്രശ്നങ്ങളുണ്ടാകാൻ തുടങ്ങി. രാജ്യം അഭിവൃദ്ധിയിൽ നിന്ന് നാശത്തിലേക്ക് പോകാൻ തുടങ്ങി. ജനങ്ങളെല്ലാം വേദനിക്കാൻ തുടങ്ങി. ഭയങ്കര പ്രശ്നങ്ങളാവാൻ തുടങ്ങി. അംബരീഷന് കാര്യം മനസ്സിലായി. യാഗാശ്വം ഇല്ലാത്തതാണ് ഇതിന് കാരണമെന്നും ഇതെനിക്ക് നാശമേ വിതയ്ക്കുകയുള്ളൂ എന്നും ഉറപ്പായി. അങ്ങനെ വസിഷ്ഠ മഹർഷിയോട് ഇതിന് പരിഹാരം ചോദിച്ചപ്പോഴത്തേക്ക് മഹർഷി പറഞ്ഞ്, ഇതിനൊരു ബാലനെ
യാഗമൃഗമാക്കണം. എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നായിരുന്നു നിർദ്ദേശം. അതനുസരിച്ച് അംബരീഷ മഹാരാജൻ വളരെ വിഷമത്തോടു കൂടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തീരുമാനിച്ചു. ഭടന്മാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു. പല പല സ്ഥലങ്ങളിൽ പോയിട്ടും ആരെയും കിട്ടിയില്ല. 16 വയസ്സായ ബാലനെ തന്നെ വേണം. അതിന് തയ്യാറായി ഇഷ്ടത്തോടു കൂടി കൊടുക്കാൻ ഒരു രക്ഷകർത്താക്കളും തയ്യാറായില്ല. പക്ഷെ ഭടന്മാർ പിന്തിരിഞ്ഞില്ല. വീണ്ടും പല സ്ഥലങ്ങളിലേക്ക് പോയി. അങ്ങനെ ഒരു ദിക്ക് മാറിപ്പോയ സ്ഥലത്ത് നിന്ന് ഗുണശേഖരനെ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് അജീകർത്തൻ. അദ്ദേഹം പണത്തൊടുത്തി ആർത്തിയുള്ളൊരു മനുഷ്യനായിരുന്നു. കുഞ്ഞാണെങ്കിലോ ഭക്തിയും അതിനോടുള്ള താല്പര്യമുള്ള കുഞ്ഞുമായിരുന്നു. കുഞ്ഞു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ മരണം കൊണ്ട് രാജ്യം രക്ഷപ്പെടുമെങ്കിൽ അതിനപ്പുറം ഭാഗ്യം എനിക്കിനൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞാണ് കുഞ്ഞ് ഭടന്മാരോടൊപ്പം വന്നത്. ഈ വരുമ്പം നല്ല ദൂരമുള്ളത് കാരണം പല സ്ഥലങ്ങളിൽ തങ്ങേണ്ടി വന്നു. അങ്ങനെ ഗംഗാ നദീ തീരത്ത് ഒരിക്കൽ തങ്ങിയപ്പോഴത്തേക്കും ഇത് ഉറക്കം വരാത്ത രാത്രികളായത് കാരണം കുഞ്ഞിക്കണ്ണയുടെ തീരത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ വിശ്വാമിത്രൻ വരികയും വിശ്വാമിത്രൻ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. കുഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞു. വിശ്വാമിത്രൻ ഒരു മന്ത്രം കൊടുത്തിട്ട് പറഞ്ഞു, 108 പ്രാവശ്യം ഈ മന്ത്രം നീ ചൊല്ലണം, നിനക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് വിശ്വാമിത്രൻ മുനിശ്രേഷ്ഠൻ അവിടെ നിന്ന് മാറിയത്. കുഞ്ഞ് അംബരീഷൻ്റെ യാഗശാലയിൽ വരികയും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. ആ യാഗം പൂർത്തിയാക്കാൻ പോയതിൻ്റെ അന്ന് കുഞ്ഞിന് മരണം സംഭവിക്കുമെന്ന് ഉറപ്പുണ്ട്. പക്ഷെ ആ കുട്ടി ഈ മന്ത്രങ്ങളെല്ലാം ജപിച്ചു. ഇന്ദ്രദേവനെയും വരുണനെയും അഗ്നിദേവനെയും നന്നായി സ്മരിച്ചു. പ്രകൃതി ദേവതകളെയും എല്ലാം നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മരണത്തിന് തയ്യാറായി നിൽക്കുകയായിരുന്നു. മരണത്തിന് തൊട്ട് മുമ്പ് കുഞ്ഞിനോട് ചോദിച്ച് എന്തെങ്കിലും ഒരാഗ്രഹം, എന്താണ് ആഗ്രഹം അത് പറയണം, പക്ഷെ ജീവൻ മാത്രം ചോദിക്കരുത് എന്ന് പറഞ്ഞു. കുഞ്ഞു പറഞ്ഞു എനിക്കങ്ങനെ ജീവന് ഭയമൊന്നുമില്ല, എൻ്റെ മരണത്തിൽ എനിക്ക് ദുഃഖവുമില്ല. ഈ രാജ്യം രക്ഷപ്പെടുന്നെങ്കിൽ, ഞാൻ കാരണം ഈ രാജ്യം രക്ഷപ്പെടുന്നെങ്കിൽ അതിൽ പല ഭാഗ്യവും എനിക്കിനി കിട്ടാനില്ല എന്ന് കുഞ്ഞ് നല്ലവണ്ണം പറഞ്ഞു. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞ് ചോദിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാനിതാ പറയുകയാണ്, ഒരു മൃഗത്തെ കൊന്ന് പുണ്യം നേടാമെങ്കിൽ എല്ലാ മൃഗങ്ങളെയും കൊന്ന് പുണ്യം നേടുന്ന ആ അവസ്ഥയല്ലേ ഉണ്ടാവുകയുള്ളൂ. ഒരു മനുഷ്യനെ കൊന്ന് സ്വർഗരാജ്യം കിട്ടുമെങ്കിൽ എല്ലാവർക്കും മനുഷ്യരെ കൊല്ലാനല്ലേ തോന്നുള്ളൂ. അപ്പോൾ ആ സ്വർഗരാജ്യത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതായിരിക്കും ഫലം കിട്ടുന്നത്. കൊന്നല്ല സ്വർഗരാജ്യം എടുക്കേണ്ടത്, അല്ലാതെ ഒരാളെ നശിപ്പിച്ചിട്ടല്ല നമ്മൾ നന്നാവേണ്ടത്. നമ്മൾക്ക് ഭാഗ്യം വേണമെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചും എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്തും അതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം ചെലവാക്കിയും അതിലും ഒരു പങ്കായി പ്രകൃതിയെ സ്നേഹിച്ചും മോക്ഷങ്ങൾ നേടുന്നത് അങ്ങനെയാണ്. പ്രാർത്ഥനയിലൂടെയും നല്ല പ്രവൃത്തിയിലൂടെയുമാണ് നമ്മളത് നേടേണ്ടത്. അല്ലാതെ ഒന്നും കൊന്നിട്ടല്ല. ഒരു കൊലപാതകത്തിലൂടെയും ആരും ഒന്നും നേടിയിട്ടില്ല, നാശം മാത്രമേ നേടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ കാരണവും കാര്യവും അതിൻ്റെ ഉത്തരം വേണം എനിക്ക് ആവശ്യം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ എനിക്ക് മരണത്തിൽ നിന്നും രക്ഷപ്പെടേണ്ട. ഇതായിരുന്നു കുഞ്ഞിൻ്റെ മറുപടി. പക്ഷേ അവർക്ക് ആർക്കും ഇതിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ സമയമായപ്പോഴത്തേക്ക് കുഞ്ഞിനെ യാഗമൃഗമാക്കാൻ തീരുമാനിച്ചു. പക്ഷേ യാഗമൃഗമാക്കാൻ തീരുമാനിച്ചു. കൊല്ലാൻ വാൾ ഓങ്ങുകയും ചെയ്തു. കൊല്ലുകയും ചെയ്യാനുള്ള ശ്രമം നടത്തി. പക്ഷേ കുട്ടിയുടെ ശരീരത്തിൽ ആ വാൾ പതിയുകയോ രക്തം ഒഴുകുകയോ ചെയ്തില്ല. അതിന് പകരം ഈശ്വരൻ്റെ അനുഗ്രഹമാണ് അവിടെ ഉണ്ടായത്. എല്ലാവരും അത്ഭുതപ്പെട്ടു, എല്ലാവരും സന്തോഷിച്ചു. കുഞ്ഞിനെ കിട്ടിയതിൽ വളരെയധികം സന്തോഷവും അവർക്കുണ്ടായി. കുറച്ച് സമയം കഴിഞ്ഞപ്പം വിശ്വാമിത്രൻ ആ സദസ്സിലേക്ക് കയറി വരികയും ഈ കാര്യങ്ങൾ വിശ്വാമിത്രൻ അവതരിപ്പിക്കുകയും ചെയ്തു. വിശ്വാമിത്രന് വല്ലാത്ത കോപമുണ്ടായി. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, ഈ സമയത്ത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇത് കുറ്റം പറയാനുള്ള സമയവും അല്ല. എനിക്ക് പറയാനുള്ളത് മുനിശ്രേഷ്ഠൻ വളരെ ശ്രദ്ധയോടെ കേൾക്കണേ എന്ന് താഴ്മയോടെ കുഞ്ഞ് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട്
പറഞ്ഞു, ഇവരെല്ലാവർക്കും തെറ്റില്ല, ഒരു തെറ്റ് ചെയ്യുന്നത് അത് ശരിയുടെ ഏറ്റവും വലിയ ഒരു മഹത്തരമായ കാര്യമാണെങ്കിൽ ആ തെറ്റ് ശരിയായി മാറും. ഇവിടെ വസിഷ്ഠ മഹർഷി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം യാഗം നഷ്ടപ്പെട്ടാൽ രാജ്യത്തിന് ദ്രോഹം സംഭവിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് വസിഷ്ഠ മഹർഷി യാഗപശു എന്നെ ആക്കിയത്. അതിന് പകരമായിട്ട് അംബരീഷ മഹാരാജാവ് എൻ്റെ അച്ഛന് കൊടുക്കാൻ പറ്റുന്ന എല്ലാവിധ സമ്പത്തും കൊടുത്തിട്ടാണ് എന്നെ വിലയ്ക്ക് എടുത്തത്. അപ്പോൾ എനിക്കിപ്പം 2 അച്ഛന്മാരാണുള്ളത്. ഒന്ന് അംബരീഷ മഹാരാജാവും ഒന്ന് കീർത്തൻ എന്ന ആളും. അവർ രണ്ടുപേരും എനിക്കിപ്പം അച്ഛനായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത അവരെ എനിക്ക് ഒരു കാരണവശാലും ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യം ഈ ഇതിൽ എഴുതി വച്ചിട്ടുള്ളതാണ്. നൂറ്റാണ്ടുകളായി എഴുതി വച്ചിട്ടുള്ള ഈ കാര്യം അത് ലംഘിക്കാനായിട്ട് മഹർഷിമാർക്ക് കഴിയില്ല. അവർ ആ എഴുതിയ കാര്യങ്ങൾ മാത്രമേ അവർ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യവും അവർ നടപ്പിലാക്കി. അച്ഛന് പണം കൊടുത്തിട്ടാണ് അംബരീഷൻ എന്നെ വിലയ്ക്ക് വാങ്ങിയത്, രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ 2 കാര്യവും ക്ലിയർ ആയാൽ മാത്രമേ, പൂർത്തിയായാൽ മാത്രമേ എനിക്ക് ഇതിൽ നിന്നൊരു മോചനം കിട്ടുള്ളൂ. അല്ലാതെ എനിക്കിതിൽ നിന്ന് മോചനം കിട്ടില്ല. അതിനുള്ള വഴി വേണം ഉണ്ടാക്കാൻ. വിശ്വാമിത്രൻ അപ്പോഴുതന്നെ വരുണദേവനെ പ്രത്യക്ഷപ്പെടുത്തി ഈ രാജ്യത്തിന് വേണ്ടിയുള്ള എല്ലാ നന്മകളും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് അംബരീഷൻ്റെ ഈ രാജ്യം രക്ഷപ്പെടുത്താനുള്ള എല്ലാ വഴികളും അദ്ദേഹം ചെയ്തു. അതോടുകൂടി കുഞ്ഞ് സ്വതന്ത്രനാവുകയും ചെയ്തു. സ്വതന്ത്രനായ കുഞ്ഞ് വിശ്വാമിത്രനും ആ യാഗശാല വിടുകയും അംബരീഷന് ആവശ്യത്തിലേറെ അനുഗ്രഹങ്ങൾ കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഈ കുഞ്ഞ് നേരെ ആശ്രമങ്ങളിൽ പോയി അവിടെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് മുനിശ്രേഷ്ഠനായി മാറി ജനങ്ങൾക്ക്, രാജ്യത്തിനും അതുപോലെ എല്ലാവർക്കും നന്മ കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ മുഴുകുകയും മുനിശ്രേഷ്ഠനായ ഒരു മുനിയായി മാറുകയും ചെയ്തു. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് കൊലയ്ക്കോ കൊള്ളയ്ക്കോ ഒരർത്ഥമില്ലെന്നും കൊലയും കൊള്ളയും ചെയ്തിട്ട് ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ളതുമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പാവങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പണക്കാരനെ കൊള്ള ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല. മോക്ഷപ്രാപ്തിക്കാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ജീവനെ നഷ്ടപ്പെടുത്തിയിട്ട് അത് നേടാം എന്ന് വിചാരിക്കുന്നത് വിഡിത്തമാണ്. നമുക്ക് ഭാഗ്യം കിട്ടണോ, നിങ്ങൾ നേരിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ച് അതിനു വേണ്ടിയുള്ള നന്മകൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് മണ്ണിലേക്കും വിണ്ണിലേക്കും ആവശ്യമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അന്വേഷിച്ച് അതിനനുസരിച്ച് പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യം സാധിക്കുകയുള്ളൂ. ഈ കുഞ്ഞു ബാലനിലൂടെ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗമാണ് ഇത്. കൊലയല്ല വേണ്ടത്, കൊള്ളയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് പ്രാർത്ഥനയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഏത് രീതിയിൽ നിങ്ങൾ എടുത്താലും അതിനുള്ള ഫലം കിട്ടും. നെഗറ്റീവായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെ കിട്ടുള്ളൂ, പോസിറ്റീവായിട്ട് എടുക്കുന്നതെങ്കിൽ പോസിറ്റീവായിട്ട് കിട്ടും. നന്മയും തിന്മയും അവനവൻ്റെ ഭാഗത്താണുള്ളത്. നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ ആ വശത്തൂടെ പോയാൽ മോക്ഷം ഉറപ്പ്. എല്ലാ തരത്തിലുള്ള ഭാഗ്യവും ഉറപ്പ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഈശ്വരനുള്ളത്. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാവരെയും അനുഗ്രഹിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനിതാ ഇരുവിടാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.